ചുറ്റുമതിലില്ലാതെ തിരുവനന്തപുരം മണ്ണന്തല ഹൈസ്കൂൾ. ക്ഷേത്രവും സ്കൂളും ഒരേ കോമ്പൗണ്ടിനുള്ളിലായതിനാൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്നു. സ്കൂളിന്റെ സ്ഥലം ക്ഷേത്ര ഭാരവാഹികൾ കയ്യേറാൻ ശ്രമിക്കുന്നുവെന്നും പരാതിയുണ്ട്. ക്ഷേത്രോത്സവം നടക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് വിമർശനം. തിരുവനന്തപുരം മണ്ണന്തലയിൽ ചുറ്റുമതിലില്ലാത്ത സ്കൂൾ. അശ്വിൻ ഡിയാഗോ വിശദാംശങ്ങളുമായി. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് അശ്വിൻ? നികേഷ്, ഇത് മണ്ണന്തല ഹൈസ്കൂളാണ്. ഈ സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 135 വർഷം മുമ്പ് ഒരു ഉണ്ടായിരുന്നവർ സ്കൂൾ പണിയുന്നതിനും അതുപോലെ തന്നെ ക്ഷേത്രം പണിയുന്നതിനുമായി വിട്ടു നൽകിയ ഒരു സ്ഥലത്താണ് ഈ സ്കൂൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്കൂളും തൊട്ടടുത്തായി തന്നെ ക്ഷേത്രവും ഉള്ളത്. ഈ ക്ഷേത്രവും സ്കൂളിനും വേണ്ടി അന്ന് ഈ സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ കൃത്യമായി തിട്ടപ്പെടുത്തിയിരുന്നില്ല. അതായത് സ്കൂളിന് ഇത്ര സ്ഥലം, അമ്പലത്തിന് ഇത്ര സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സ്കൂൾ തുടങ്ങി ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ഈ സ്ഥലം പിന്നീട് സർക്കാരിന് കൈമാറുകയുമായിരുന്നു. അന്നു മുതൽ സ്കൂളിൻ്റെ പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറേ കാലമായി ഇവിടെ ഒരു തർക്ക വിഷയം എന്നുള്ളത് ഈ സ്കൂളും അമ്പലവും അടുത്തടുത്ത് തന്നെ ഉള്ളതിനാൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നൊരു ആരോപണമാണ് ഈ പ്രദേശത്ത് നിന്നും ഉണ്ടാകുന്നത്. കാരണം ഇതൊരു സർക്കാർ സ്കൂളാണ്, രണ്ടും ഒരേ സ്ഥലത്താണ് ഉള്ളത്, ചുറ്റും അതിലില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ടീച്ചേഴ്സിന്. മാത്രമല്ല ഈ സ്കൂളിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സ്കൂളിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഉത്സവം. ഈ ഉത്സവം നടക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവർക്ക് പരീക്ഷ എഴുതാൻ പോലും കഴിയുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നത്. നമുക്കറിയാം, ആ സമയങ്ങളിലാണ് ഇവിടെ ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് പരീക്ഷയൊക്കെ നടക്കുന്നത്. ആ സമയത്ത് പോലും കുട്ടികൾക്ക് ഇവിടെ പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയാണ്, ആ ഒരു ആക്ഷേപമാണ് ഇവിടെയുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം അടിയന്തരമായി വേണം എന്നുള്ളതാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. മാത്രമല്ല ഒരു ചുറ്റുമതിൽ പണിയണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഈ ക്ഷേത്രോത്സവം നടക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ പല ആളുകൾ വന്നു പോകുന്നുണ്ട് സ്കൂളിലേക്കും. ഈ സ്കൂൾ കോമ്പൗണ്ട് പരിസരത്ത് തന്നെ കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് തെരുവ് നായ്ക്കളുടെ ശല്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള തെരുവ് നായ്ക്കളടക്കം ഈ സ്കൂളിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇതും ഒരു പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ക്ഷേത്രോത്സവം 7 ദിവസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രോത്സവം. പല വിധത്തിലുള്ള അന്നദാനം ഉൾപ്പെടെ ആറാട്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള മൈക്ക് സെറ്റ് പരിപാടികളൊക്കെയായി 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു സ്കൂളിൻ്റെ, ഈ ഒരു അമ്പലത്തിൻ്റെ ആറാട്ട് എന്ന് പറയുന്നത്. ഈ പ്രധാനമായും ഈ സ്കൂൾ ഓഡിറ്റോറിയമാണ് കലാപരിപാടികൾക്ക് വേണ്ടി ഇവരെടുക്കുന്നത്. പക്ഷേ ഇത് എടുക്കാൻ പാടില്ല എന്നാണ് സ്കൂൾ അധികൃതർ അറിയുന്നത്. നമുക്കിപ്പം ഇപ്പോഴുള്ളത് ക്ഷേത്ര ഭാരവാഹി ആണ്. എന്താണ് ശരിക്കും സ്കൂളും ക്ഷേത്രവും തമ്മിലുള്ള പ്രശ്നം? 135 വർഷമായി സ്കൂളും ക്ഷേത്രവും കൂടെ വന്നതിന് ശേഷം 133 വർഷവും അമ്പലവും സ്കൂളും കൂടെ പരസ്പരം സഹകരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണ് സ്കൂളും അമ്പലവും കൂടെ 2 തട്ടിലായി ആയിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഉത്സവത്തിൻ്റെ 7 ദിവസം SSLC പരീക്ഷ മുൻകാലങ്ങളിൽ നടന്നപ്പോൾ പോലും SSLC പരീക്ഷ ഉള്ള സമയത്ത് ഇവിടെ ഉത്സവം നടന്നിട്ടുണ്ട്. ഏതൊരു ബുദ്ധിമുട്ടില്ലാതെ കൃത്യം 9 മണിക്ക് മൈക്ക് സെറ്റ് ആപ്പ് ചെയ്താൽ പരീക്ഷ കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നമ്മൾ മൈക്ക് സെറ്റ് ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ PSC ടെസ്റ്റ് നടക്കുന്ന സ്ഥലമായിരുന്നു. PSC ടെസ്റ്റ് നടക്കുമ്പോൾ ആ PSC ടെസ്റ്റിന് വേണ്ട എല്ലാ വാഹനങ്ങളും അമ്പല കാമ്പൗണ്ടിനകത്തായിരുന്നു. ഞങ്ങൾ അമ്പലക്കാരും തടസ്സം ചെയ്തിട്ടില്ല. അന്നും രാവിലെയുള്ള ഞങ്ങളുടെ നിത്യപൂജയ്ക്കുള്ള നാഗസ്വരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് സ്കൂളുമായി ഞങ്ങൾ സഹകരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നതേ, വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ സംഘർഷമുണ്ട്. മണ്ണന്തല സ്റ്റേഷനിൽ കേസുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നു. ഒരു മതിൽ കെട്ടണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പഴക്കമുള്ളൊരു ആവശ്യമാണത്. ഈ പണ്ട് സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ പരസ്പരം സഹകരിച്ച് രണ്ടുപേർക്കും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പാടില്ലായിരുന്നു. സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെയോ സ്ഥലം വേർതിരിച്ചിട്ടില്ലാത്തതിനാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതിസന്ധിയാണ്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് സർക്കാർ തന്നെ പരിശോധിക്കേണ്ടതാണ്.